എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ജെക്സി തോമസ്, മൊത്തം സർക്കാർ കണക്ക് പ്രകാരം 26,125 ആശമാരാണ്. 7,000 എന്ന ഓർഡിനറിയും ഫണ്ട് എളമരങ്കരിയും ആവശ്യപ്പെട്ടതുപോലെ 10,000 ആക്കിയാൽ എത്രയാണ്? 26,125 ഇൻറ്റു 3000 എത്രയാണ്? 7,83,75,000 രൂപ. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നു. അത് ഗുണം 12 എത്രയാണ്? 94 കോടി ചില്ലുവാനമാണ്. 100 കോടിക്ക് താഴെയുള്ളൂ ഒരു വർഷത്തെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരിന്. പഴയ വാഹനങ്ങൾ വാങ്ങി പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ബജറ്റിൽ നീക്കി വെച്ച് എത്രയാ? 100 കോടി രൂപ. ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാരനാണ്? ജെക്ക് നെഞ്ചത്ത് കൈവച്ച് പറ. അതെങ്കിലും ഈ 10,000 അംഗീകരിച്ച് ഈ സമരം തീർക്കാതിരിക്കാനും മാത്രം ഗതികെട്ട കോലത്തിലാണോ കേരളത്തിന്റെ ഖജനാവ്? ഞാൻ പറയാം, ഞാൻ തുറന്നു പറയാം. തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരിക തന്നെ ചെയ്യാം. താൻ പറയില്ലല്ലേ? അറിഞ്ഞാലേ പറയാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ ഈ സമരത്തോട് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവും, അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ ആശാപ്രവർത്തകരുടെ സമര സംബന്ധമായിട്ട് ഇതിനു മുമ്പും നമ്മൾ സംവാദത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് പക്ഷേ ആ ഘട്ടത്തിലൊക്കെ സമരത്തോട് വളരെ മാന്യമായി, സമരത്തിൽ യാതൊരു തെറ്റും ആരോപിക്കാനില്ല. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആ സമയത്ത് സമരസംബന്ധമായിട്ട് പറഞ്ഞ അഭിപ്രായത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം സംവാദങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. സന്തോഷായി, നല്ല സന്തോഷം. പക്ഷേ ഇന്നു മുതൽ ആശാപ്രവർത്തകരുടെ സമരസംബന്ധമായ സംവാദത്തിലിരിക്കുമ്പോൾ എനിക്ക് ആ കാര്യത്തിൽ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ എന്റെ അഭിപ്രായഗതിയിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഇന്നു മുതൽ ഈ സമരരൂപം എങ്ങോട്ടേക്ക് എത്തി? ഞാൻ ഓർമ്മിക്കുന്നു, ഇന്നലെ ബഹുമാനിയായ ആരോഗ്യമന്ത്രി ന്യൂഡൽഹിയിൽ ചെല്ലുമ്പോൾ ആരോഗ്യമന്ത്രിയോട് ചോദിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ, സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ പറയുന്നു അത്രേ, ഞങ്ങൾക്ക് വേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവിലെ വർധനവല്ല, ഞങ്ങൾക്ക് വേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഓണറേറിയത്തിലെ വർധനവാണ്. അതായത് BJP-യെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഞങ്ങളില്ല, മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ മതി. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. അങ്ങനെ ഒരു സമീപനം ഈ സമരത്തിനുണ്ട്. അങ്ങനെ ഒരു സമീപനം ഈ സമരത്തിനുണ്ടെങ്കിൽ ഈ സമരം കേരളത്തിലെ സാധാരണക്കാരായ തൊഴിലാളികളുടെ ആവശ്യത്തെ മുൻനിർത്തിയുള്ള സമരമല്ല. പൊന്നുമോനെ, ഈ മുത്തശ്ശിയുടെ മുഖത്തൊന്ന് നോക്കട. ഈ സമരം ഒരു BJP രക്ഷാ യോജനയാണ്. കേരളത്തെയും ആശാപ്രവർത്തകരെയും 100 കോടി രൂപ കഴിഞ്ഞ ഒറ്റ വർഷം മാത്രം കൊടുക്കാതെ നരകിപ്പിച്ച് കേരളത്തോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള RSS-നെ രക്ഷിക്കാനുള്ള ഒരു RSS രക്ഷാ യോജന സമരമായി കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം മാറിയിട്ടുണ്ട്. നീ നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. ബഹുമാനിയായ സഹപാനലിസ്റ്റ്, സമരസമിതിയുടെ നേതാവ്, ആശാപ്രവർത്തക, ഞാൻ മനസ്സിലാക്കുന്നു അങ്ങേക്കടക്കം കേരളത്തിലെ 26,000-ലധികം ആശമാർക്ക് യൂണിയൻ ഗവൺമെന്റ് നൽകാനുള്ളത് 100 കോടി രൂപയാണ്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. 636.88 കോടി രൂപ ഒറ്റ വർഷം നൽകാതെ നമ്മുടെ കേരളത്തിന് അങ്ങടക്കമുള്ള ആശാപ്രവർത്തകർക്ക് നൽകാതെ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് പിടിച്ചു വാങ്ങിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. ഇത് തല്ലുകൊള്ളുമ്പോ ശരിയാകുന്ന 2023-24 കാലയളവിൽ ബഹുമാനിയായ ആശാപ്രവർത്തകരെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തവണ 10,000-ൽ കുറയാത്ത തുക കിട്ടാതിരുന്നോ? ഏതെങ്കിലും ഒരു മാസം? തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂ. ആങ്കർ കണ്ടില്ലേ BMS-ന്റെ ഇന്നലത്തെ പത്രക്കുറിപ്പ്? എന്താ BMS പറഞ്ഞിരിക്കുന്നത്? BMS demands that you may take the initiative to call a joint trade union meeting immediately to discuss and resolve the issue of the Asha workers. It also be brought to your notice. I talking English. Shut your bloody mouth, I say. If issue is not resolved amicably, the Kerala Pradesh Asha workers led by BMS will be compelled to go on an indefinite strike. എന്താ ആശാ പ്രവർത്തകർക്ക് ഇതിനോടുള്ള പ്രതികരണം? ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരട കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് താഴെ. അങ്ങേക്കും നമ്മുടെ നാടിന് നൽകാനുള്ള 100 കോടി നൽകാതെ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങളെ പട്ടിണിക്ക് ഇട്ടിട്ടില്ല കേരളത്തിലെ ഗവൺമെന്റ്, നിങ്ങളോട് മറ്റു പണികൾക്ക് പോകാൻ പറഞ്ഞിട്ടില്ല കേരളത്തിലെ സർക്കാർ. ഞാൻ പറയുന്നത് BJP-യുമായി ഒരു തരത്തിലും സമരയോജിപ്പിന് CPM ഇല്ല എന്ന് ജെക്കിന് നിലപാടുണ്ടോ? എന്താ ആ പ്രതീക്ഷയും തകർന്നു. BJP-യുമായി ഒരു തലത്തിലും സമരയോജിപ്പിന് CPM ഇല്ല എന്ന് ഒരു ഒറ്റ ദൃശ്യം കാണിച്ചോട്ടെ, ഒന്ന് പ്ലേ ചെയ്യാവോ? ഇളകും തന്റെ വയറ്, അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കും. വിഴിഞ്ഞം സമരകാലത്ത് VV രാജേഷും ആനാവൂർ നാഗപ്പനും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. കണ്ടതല്ലേ വിഷല? നിയമസഭയിൽ ജെക്സി തോമസ് വിഷൽ കാണിക്കുക. താങ്കൾ ഇപ്പൊ പറഞ്ഞ എന്താ? താങ്കൾ ഇപ്പൊ പറഞ്ഞ സംശയം എന്താ ചോദിച്ച? സംശയം വേണം ജെക്ക്. വിഴിഞ്ഞം സമരകാലത്തെ സമരം പൊളിക്കാൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും BJP-യുടെ ജില്ലാ സെക്രട്ടറിയും തോളോട് തോൾ ചേർന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ സമരം ചെയ്ത സെക്രട്ടറിയുടെ മുന്നിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്.
അതുകൊണ്ട് BJP-ക്കാരൻ സമരപ്പന്തൽ വന്നതിനെ വല്ലാതെ അപരാധവാക്കലേ ജയിക്കെ. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. ഞങ്ങൾ വിഴിഞ്ഞത്തിന് വേണ്ടി 456 ദിവസത്തിലധികം തിരുവനന്തപുരത്ത് കുടിൽ കെട്ടി സമരം ചെയ്തവരാ. തോളോട് തോൾ ചേർന്ന് നിൽക്കുക നിങ്ങളുടെ നേതാക്കൾ. UDF ഗവൺമെന്റിന്റെ കാലയളവിൽ വിഴിഞ്ഞം തോളോട് തോൾ ചേർന്ന് നിൽക്കുക സയാമീസ് ഇരട്ടകളെ പോലെ നിങ്ങളുടെ നേതാക്കൾ. BJP നേതാവ് മാനാവൂർ നാഗപ്പനും. ജയിക്കെ ഒരു കേന്ദ്രമന്ത്രി സമരപ്പന്തൽ വന്നതിനെ വല്ലാതെ പഴിക്കല്ലേ. BJP നേതാവുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കുക, അല്ലാതെ ഏതെങ്കിലും BMS-ന്റെ വാർത്താക്കുറിപ്പല്ല. ഏതെങ്കിലും BMS-ന്റെ വാർത്താക്കുറിപ്പല്ല. അദൃശ്യമായ രീതിയിൽ ഏതോ RSS-കാരൻ കയറിക്കുന്നു ഗോവിന്ദ മാഷ് പറയുന്നതല്ല. RSS-കാരനുമായി ആനാവൂർ നാഗപ്പൻ തോളോട് തോൾ ചേർന്ന് നിൽക്കുക ഒരു സമരമുഖത്ത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് നിങ്ങൾ സുരേഷ് ഗോപി വന്നതിനെ അത് മഹാപരാധമാക്കുന്നു. ജയിക്കെ നാണമുണ്ടോ? കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം. ഒരു ചിത്രത്തെ എടുത്തു വെച്ചുകൊണ്ടാണ് അങ്ങ് ചമൽക്കാരം നടത്താൻ പുറപ്പെടുന്നതെങ്കിൽ ഒറ്റക്കുത്തിന് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയുമായിട്ട് അങ്ങ് പൊളിഞ്ഞു കഴിയുമ്പോ സകല CPM-കാരുടെ വാദത്തിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. JK പൊളിഞ്ഞു കഴിയുമ്പോ സകല CPM-കാരും വന്നിരുന്ന് ആവർത്തിക്കുന്നതാണ് നിഖിൽപേയുടെ കാര്യം. ഞാൻ അപ്പോഴേ പറഞ്ഞോട് ഇതൊന്നും ചിത്രത്തിന്റെ കാര്യം. ഈ ദൃശ്യത്തിന് ജയിക്കിന് മറുപടി ഉണ്ടോ? അല്ല, ഈ ദൃശ്യത്തിന് ജയിക്കിന് മറുപടി ഉണ്ടോ? കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ ഈ ദൃശ്യത്തിന് ജയിക്കിന് മറുപടി ഉണ്ടോ? അണ്ണാ ഹസാരക്ക് ഇപ്പുറം പോയിരുന്ന അരുൺ ജെയ്റ്റ്ലിയും അപ്പുറം പോയിരുന്ന ബൃന്ദാകാര ചിത്രത്തിന് ജയിക്കിന് മറുപടി ഉണ്ടോ? അമ്മക്ക് പ്രാണവേദന മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി എന്റെ സ്ഥിതി. ആറന്മുള വിമാനത്താവള സമരത്തിന് MA ബേബിയും കുമ്മനം ഒന്നിച്ചു ജയിക്കിന് മറുപടി ഉണ്ടോ? ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ പറയട്ടെ. EP ജയരാജന്റെ വീട്ടിൽ ഒരു RSS-കാരൻ ചാടിച്ചു മറുപടി ഉണ്ടോ? ഞാൻ അങ്ങോട്ട് പറയാന്നേ, അങ്ങ് ആത്മരോഷ പ്രകടനം അവസാനിപ്പിക്കുക. അങ്ങേക്ക് ആങ്കർ എന്ന നിലയിൽ അങ്ങേക്ക് ചർച്ച നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ട് എന്ന് കരുതി തോന്നിവാസം കാണിക്കരുത്. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? അങ്ങ് 4 തവണ ഒരേ കാര്യം ആവർത്തിച്ചല്ലോ. ഞാൻ അങ്ങോട്ട് പറയാം. എന്താണ് ഈ ചിത്രത്തിൽ തൃശൂർ MPയും കേന്ദ്രമന്ത്രിയും പാർലമെന്റ് നടക്കുമ്പോൾ അവിടെ പോകാതെ ഇവിടെ വന്ന് കിറ്റ് കൊടുത്തും പൊട്ടിച്ചിരിച്ചും ഈ സമരപ്പന്തലിൽ വന്നിരുന്നതിനോട് ഞങ്ങൾക്ക് രോഷപ്രകടനമുണ്ട്. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയി. എന്തുകൊണ്ട് രോഷപ്രകടനം? കാരണം ഈ സംഘം, ഈ ആശാപ്രവർത്തകർ അടങ്ങുന്ന 26,120 പറഞ്ഞ കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് മാത്രം 100 കോടി രൂപ കൊടുക്കാതെ പറ്റിച്ച നരാധവന്മാരാണ്. അവന്മാരുടെ കൂടെ ഫോട്ടോ എടുക്കുമ്പോ ഞങ്ങൾക്ക് പൊള്ളും. കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറതെയില്ല. അവന്മാരുടെ കൂടെ കെട്ടിപ്പിടിച്ച് വാങ്ങിക്കുമ്പോ ഞങ്ങൾക്ക് അത് സമരപ്പന്തലിൽ ഇരിക്കുന്നവർക്കും ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ കേന്ദ്ര ഫണ്ട് തരാത്ത ബുദ്ധിമുട്ടിക്കുന്ന അവന്മാരോട് ഈ ആനാവൂർ നാഗപ്പൻ തോളോട് തോൾ നിൽക്കുമ്പോ പൊള്ളില്ലേ ജയിക്കെ നിങ്ങൾക്ക്? എന്തായി വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? അങ്ങേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ട് ചർച്ച നയിക്കാനാണെങ്കിൽ അങ്ങ് നയിച്ചു, എന്നെ അങ്ങ് ഒഴിവാക്കിയില്ല. അങ്ങയുടെ ചോദ്യത്തിന് എനിക്ക് മാന്യമായി മറുപടി പറയാൻ അവസരം നൽകണം. അതാണ് ഒരു മാന്യമായ സംവാദം. അയ്യോ, ഒരു പുണ്യാളച്ചൻ. അതാണ് മാന്യമായ ആങ്കറിങ്. അതല്ല അങ്ങേക്ക് തോന്നുമ്പോ ഇടപെട്ട് തോന്നിവാസം പറയാനുള്ള ഏർപ്പാടാക്കിയിട്ടാണ് ഈ സംവാദത്തെ മാറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമുള്ള അടിമ സംഘത്തെ കൊണ്ടുപിടി ഇരുത്തിക്കോണം. അതിന് CPI-ന്റെ പ്രതിനിധിയെ കിട്ടില്ല. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കും. മറുപടി പറയാൻ തുടങ്ങുമ്പോ അതിനിടയ്ക്ക് വീണ്ടും കയറി ഇടപെട്ടിട്ട് സംവാദത്തെ 4ാം കിട ഏർപ്പാടാക്കി മാറ്റുന്ന ആങ്കറിങ് അങ്ങ് നടത്തരുത്. ചുമ്മാ BJP നേതാക്കന്മാർ സമരപ്പന്തലിൽ വന്നതിൽ എനിക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തിന് യുക്തിക്ക് മറവി സംഭവിച്ചിട്ടില്ലാത്ത കേരളത്തിലെ അന്തസ്സുള്ള മനുഷ്യർക്ക് വിയോജിപ്പുണ്ട്. നിന്റെയൊക്കെ കോപ്രായത്തിൽ തൂങ്ങാൻ വേറെ ആളോ? അവന്മാരോട് ചേർന്ന് നിൽക്കാൻ നിങ്ങളുടെ ആനാവൂർ നാഗപ്പന് പുള്ളിയില്ലേ ജയിക്കെ? പുല്ലുവിലയാണ് കാലിനടിയിൽ ചവിട്ടിയരച്ച് കളയുന്ന പുല്ലുവില. എന്തൊക്കെ വൈകാരിക വിക്ഷോഭം നടത്തിയാലും ഈ ദൃശ്യത്തിന് മറുപടിയാവില്ല. എന്തൊക്കെ വൈകാരിക വിക്ഷോഭം നടത്തിയാലും എന്തൊക്കെ 4ാം കിടയാണെന്ന് പറഞ്ഞാലും ജെയ്സി തോമസെ, സുരേഷ് ഗോപി സമരപ്പന്തൽ വന്നതിന് നിങ്ങൾ വിമർശിക്കുമ്പോൾ വിഴിഞ്ഞം സമരകാലത്ത് സമരക്കാർക്കെതിരെ VV രാജേഷും ആനാവൂർ നാഗപ്പനും തോളോട് തോൾ ചേർന്ന് നിർത്തിയ സമരത്തിന്റെ ഈ പറഞ്ഞ കളങ്കം ഉണ്ടല്ലോ, ആ കളങ്കത്തിൽ നിന്ന് മറുപടിയില്ല. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.